നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നാം ഭവനത്തിൽ വിഗ്രഹമായാലും ചിത്രമായാലും പൊട്ടിയതാവരുത്. നിർബന്ധമായിട്ടും യാതൊരു കാരണവശാലും പൊട്ടിയതോ ചെറുതായിട്ട് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് വയ്ക്കുകയോ അങ്ങനെ ഞാൻ 1-2 സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ്. ചെറുതായിട്ടല്ലേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിത്രമായാലും അത്തരത്തിലുള്ള ഫോട്ടോകളോ വിഗ്രഹങ്ങളോ നാം ഭവനത്തിൽ വയ്ക്കാൻ പാടുള്ളതല്ല. നിർബന്ധമായിട്ടും അത് അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. എപ്പോഴും ചിത്രങ്ങളായാലും വിഗ്രഹങ്ങളായാലും പൊട്ടി അവ ഉപയോഗിക്കാൻ പാടില്ല. പൊട്ടിയെന്നല്ല, ചെറുതായിട്ട് പൊട്ടുകയാണെങ്കിലും ചിത്രത്തിൽ തന്നെ ചിലപ്പോൾ കളർ മാറ്റം സംഭവിക്കാം. അല്ലാത്ത പക്ഷം ചില സൈഡ് ഭാഗങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ കേട് വന്നതായിരിക്കാം. എന്നാലും അത്തരത്തിലുള്ള ഫോട്ടോകളോ വിഗ്രഹങ്ങളോ നാം വയ്ക്കാൻ പാടുള്ളതല്ല. എപ്പോഴും ചിത്രങ്ങളായാലും വിഗ്രഹങ്ങളായാലും പൊടി തട്ടി ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വയ്ക്കുക. നാം ഫോട്ടോകളായാലും വിഗ്രഹങ്ങളായാലും ഉത്തമമായിട്ടുള്ള ഭാഗം കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം അധമ എന്നാണ് പറയുക. എന്നുവെച്ചാൽ കഴിയുന്നതും കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുകയാണ് നമ്മുടെ ഭവനത്തിൽ സർവ്വ ഐശ്വര്യത്തിനും പലതരത്തിലുള്ള നന്മയ്ക്കും ഉത്തമമാണ് കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം എന്ന് വെച്ചാൽ ഈശാന കോണിൽ വയ്ക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അതായത് വടക്ക് കിഴക്കേ മൂലയിൽ അവിടെയാണ് സ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കാം. അതാണ് ഉത്തമമായിട്ടുള്ള ഭാഗം. നാം ഭവനത്തിൽ എവിടെയാണോ അവിടെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വയ്ക്കുന്നതാണ് സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ഇനിയിപ്പോൾ ദിശ മാറിപ്പോയി എന്നുള്ള സങ്കടത്താൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. എവിടെയായാലും നമ്മൾ വൃത്തിയായിട്ട് പൊടി പോലും ഇല്ലാണ്ട് എപ്പോഴും വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും സർവ്വ ഐശ്വര്യവും ഭവനത്തിൽ ഉണ്ടാവുന്നതാണ്. ഏതാഗ്രഹം താൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശേഷം സംഭവിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്നതുമാണ്. നാം എത്രത്തോളം ഭഗവാനെയോ ഭഗവതിയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രത്തോളം നാമജപത്തോടു കൂടി ഭഗവാനെ സമീപിക്കുന്നുവോ അത്ര കണ്ട് അതിലേറെ എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് നിങ്ങൾക്ക് വളരെ വളരെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നതാണ്. പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം തരണം ചെയ്യാനും സർവേശ്വരങ്ങളായ ഭഗവാൻ ഭഗവതിയുടെയും അനുഗ്രഹം എപ്പോഴും ഭവനത്തിൽ ഉണ്ടാവുന്നതുമാണ്. നാം ഒരു കാരണവശാലും ബെഡ്റൂമിൽ വിഗ്രഹം വയ്ക്കാൻ പാടുള്ളതല്ല. വിഗ്രഹത്തിൻ്റെ അടുത്ത് മഞ്ഞപ്പട്ട്, മയിൽപ്പീലി, മഞ്ചാടിക്കുരു, കുന്നിക്കുരു, ഭസ്മം, കുങ്കുമം, എണ്ണ, പച്ചക്കർപ്പൂരം, അതിലുപരി ഭക്തിയോടുകൂടി വൃത്തിയായിട്ട് നാമജപം അത്രയ്ക്ക് ഉത്തമമായിട്ട് ഭവിക്കുന്നതാണ്, ശ്രേഷ്ഠമായി ഭവിക്കുന്നതുമാണ്.